വീണ്ടും ഒരു പ്രാവശ്യം കൂടെ പ്രിയ കുഞ്ഞമ്മാമയും കുഞ്ഞുങ്ങളും പരദേശികളായി പാർക്കുന്ന ഈ പ്രിയ ഭവനത്തിൽ സഭയായിട്ട് നമുക്ക് ഒരുമിച്ച് കടന്നു വരുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനൊക്കെയും ദൈവം ഒരു അവസരം കൂടി നൽകിയത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി നമുക്ക് വളരെ പരിചയമുള്ളതായിരുന്നൊരു വേദവാക്യത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധയെ തിരിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. അതിനായി ലൂക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യം. തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദേവതകൾക്കിടന്ന് അവരെ ഇട്ടുകൊണ്ടിരിക്കുകയും 2 പടകുകൾ കരയ്ക്ക് അടുത്ത് നിൽക്കുന്നത് അവൻ കണ്ടു. അവയിൽ നിന്ന് മീൻ പിടിക്കാർ ഇറങ്ങി വല കഴുകിയായിരുന്നു. ആ പടകളിൽ സിംഹമുള്ളതായ ഒന്നിൽ അവൻ കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. അങ്ങനെ അവൻ പടകിൽ ഇരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചു. സംസാരിച്ചിരുന്നപ്പോൾ അവൻ ശിമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വല ഇറക്കുകയും എന്ന് പറഞ്ഞു. അവൻ ശിമോൻ, നാഥാ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വല ഇറക്കാം എന്ന് ഉത്തരം പറഞ്ഞു. അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ട് വല കീറാറായി. അവർ മറ്റേ പടകിലുള്ള കൂട്ടാളിയിൽ വന്ന് സഹായിക്കാൻ അവരെ മാടി വിളിച്ചു. അവർ വന്ന് പടക് 2 മുങ്ങുമാറാകോളം നിറച്ചു. ശിമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിന്റെ കാലത്തിൽ വീണ്, കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടു പോകണമേ എന്ന് പറഞ്ഞു. അവർക്ക് ഉണ്ടായ മീൻപിടുത്തത്തിൽ അവനും അവരോടുകൂടി ഉള്ളവർക്കും എല്ലാവർക്കും സംഭ്രമം പിടിച്ചിരുന്നു. ശിമോന്റെ കൂട്ടാളികളായ യാക്കോബ്, യോഹന്നാൻ എന്ന സബദി മക്കൾക്കും അതുകൊണ്ട് തന്നെ യേശു ശിമോനോട്, ഭയപ്പെടേണ്ട, ഇന്ന് മുതൽ നീ മനുഷ്യനെ പിടിക്കുന്നവരാകുന്നു എന്ന് പറഞ്ഞു. പിന്നെ അവർ പടകുകളെ കരയ്ക്കടുപ്പിച്ച് സകലം വിട്ട് അവരെ അനുഗമിച്ചു. നമുക്കെല്ലാവർക്കും തന്നെ വളരെയധികം സുപരിചിതമായ വേദഭാഗമാണ് നാം വായിച്ച് കേൾക്കുവാനിടയായി തീർന്നത്. സുദീർഘമായ ചില വാക്യങ്ങൾ വായിക്കുവാനായിട്ടിടയായി തീർന്നത് വായിപ്പിച്ചതിൻ്റെ കാരണം ഈ വാക്യങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് ചില ആത്മീക ചിന്തകൾ ഒരുമിച്ച് ചിന്തിക്കാമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഭാഗങ്ങൾ മുഴുവൻ വായിച്ചു കഴിയുമ്പോൾ ഞാൻ പറയുന്നതായ കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് വളരെ എളുപ്പമുണ്ടാകും എന്നുള്ളത് കൊണ്ടാണ് അത് മുഴുവൻ വായിക്കുവാനായിട്ടിടയായി തീർന്നത്. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ആദ്യ ശിഷ്യന്മാരായിരിക്കുന്ന പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും വിളിക്കുന്നതായിരിക്കുന്ന ഒരു സംഭവമാണ്. ഒരു അത്ഭുതകരമായിരിക്കുന്ന മീൻപിടുത്തത്തിലൂടെ തൻ്റെ ആദ്യ ശിഷ്യന്മാരെ വിളിച്ചു ചേർക്കുന്ന സംഭവങ്ങളാണ് നാം ഈ 5-ാം അധ്യായത്തിൻ്റെ പ്രാരംഭ വാക്യങ്ങളിൽ വായിക്കുവാനായിട്ടിടയായി തീർന്നത്. അവൻ ഗന്നസരത്ത് തടാകത്തിൻ്റെ കരയിൽ നിൽക്കുമ്പോൾ, കർത്താവ് ഗന്നസരത്ത് തടാകത്തിൻ്റെ കരയിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇൻസിഡൻ്റ് ആണ് ഈ വേദവാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഗന്നസരത്ത് തടാകം, ആ പേര് പറയുമ്പോൾ നമുക്കൊരു പക്ഷേ അത് മനസ്സിലാവുകയില്ല. ഗന്നസരത്ത് തടാകം എന്ന് പറയുന്നത് നമുക്ക് വളരെ സുപരിചിതമായിരിക്കുന്ന ഒരു നദിയാണ്. ഗലീല കടൽ തന്നെയാണ് ഇവിടെ പറയുന്നതായിരുന്ന ഗന്നസരത്ത് തടാകം എന്നുള്ളത്. അത് ഗലീല കടൽ ഗന്നസരത്ത് തടാകം എന്നുകൂടി അറിയപ്പെടുന്നു. മാത്രമല്ല മറ്റൊരു വാക്കിലും ഇതേ കടൽ തന്നെ 3 പേരുകളിൽ അറിയപ്പെടുന്നത് തിരുവഴുത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നു. മറ്റൊരു പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. ഏതാ? തിബരിയോസ് കടൽ എന്ന് പറയുന്നതായിരുന്ന കടലും ഇത് 3ഉം ഗലീല കടലിന്റെ നാമങ്ങളാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ആ ഗന്നസരത്ത് തടാകത്തിന്റെ അല്ലെങ്കിൽ ഗലീല കടലിന്റെ അതുമല്ലെങ്കിൽ തിബരിയോസ് കടലിന്റെ തീരത്ത് വെച്ച് നമ്മുടെ കർത്താവിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതായിരുന്ന ചില സംഭവങ്ങളാണ് ഈ വേദവാക്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. നാം ഓർത്തതുപോലെ തൻ്റെ ആദ്യ ശിഷ്യന്മാരായിരിക്കുന്ന പത്രോസിനെയും യാക്കോബിനെയും
യോഹന്നാനെയും ഒരു പ്രത്യേക സംഭവത്തിലൂടെ കർത്താവ് തൻ്റെ ശിഷ്യഗണത്തിലേക്ക് അല്ലെങ്കിൽ തൻ്റെ ശിഷ്യന്മാരായിട്ട് വിളിച്ച് ചേർക്കുന്ന രംഗങ്ങളായിട്ട് നമുക്കത് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്, ഈ ഒരു പാരഗ്രാഫിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇവിടുത്തെ തീം എന്ന് പറയുന്നത്, കർത്താവിനുള്ളതായിരിക്കുന്ന വിശ്വാസവും കർത്താവിനോടുള്ളതായിരിക്കുന്ന അനുസരണവും നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. മാത്രമല്ല, കർത്താവ് മുഖാന്തരം ഉണ്ടാകുന്ന ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന രൂപാന്തരത്തിൻ്റെ ഒരു വസ്തുത കൂടെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. അതാണ് മാത്രമല്ല, പ്രകൃതിയുടെ മേൽ, ഈ ലോകത്തിലുള്ളതായിരുന്ന വസ്തുവകകളുടെ മേൽ നമ്മുടെ കർത്താവിനുള്ളതായിരുന്ന പരമാധികാരത്തെയും ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. കർത്താവിൻ്റെ അതോറിറ്റി ഓഫ് ദ നേച്ചർ, ഈ പ്രകൃതിയുടെ മേൽ കർത്താവിനുള്ളതായിരുന്ന അതോറിറ്റി ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. മാത്രമല്ല, മറ്റൊരു കാര്യം കൂടെ ഇവിടെ ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഈ സംഭവങ്ങളോടുള്ള പശ്ചാത്തലത്തിൽ പത്രോസിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതായിരുന്ന ഒരു വസ്തുത കൂടെ ഇവിടെ ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്താ? പത്രോസിന് ഒരു തിരിച്ചറിവുണ്ടാകുക. എന്താ? അദ്ദേഹത്തിന്റെ പാപാവസ്ഥയെക്കുറിച്ചുള്ളതായിരുന്ന ഒരു തിരിച്ചറിവും കൂടെ ഉണ്ടാകുന്നതായിരുന്ന ഒരു രംഗമാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. മാത്രമല്ല, ഒരു ശിഷ്യത്വത്തിന്റെ യഥാർത്ഥ വശം, ശിഷ്യത്വത്തിന്റെ യഥാർത്ഥമായിരിക്കുന്ന ഒരു രൂപം കൂടെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. ഒരു വ്യക്തിക്ക് കർത്താവിന്റെ ശിഷ്യനായി തീരണമെങ്കിൽ അതുവരെ ഉണ്ടായിരുന്ന തൻ്റെ പുറകിൽ ഉണ്ടായിരുന്ന ജീവിതാനുഭവങ്ങളെ വിട്ടുകളയേണ്ടതായിരിക്കുന്ന ആവശ്യമുണ്ട്. അതുവരെ താൻ ജീവിച്ചതായിരുന്ന പശ്ചാത്തലത്തെ മുഴുവൻ വിട്ടുകൊണ്ട് മാത്രമേ ഒരു വ്യക്തിക്ക് ശിഷ്യത്വം എന്ന അവസ്ഥയിലേക്ക്, കർത്താവിന്റെ ശിഷ്യൻ എന്നുള്ള അവസ്ഥയിലേക്ക് കടന്നു വരുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം കൂടെ ഈ പാസേജിൽ അല്ലെങ്കിൽ ഈ ഒരു പാരഗ്രാഫിൽ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആദ്യം ഓർപ്പിച്ചതുപോലെ ഇവിടുത്തെ കീ ആസ്പെക്ട്സ് അല്ലെങ്കിൽ കീ പോയിന്റ്സ് എന്ന് പറയുന്നത്, ഒന്നാമത്തെ കാര്യം കർത്താവിന്റെ പരമാധികാരം. നമ്മുടെ കർത്താവിന്റെ, ഞാനും നിങ്ങളും വിശ്വസിക്കുന്നതായിരിക്കുന്ന, ഞാനും നിങ്ങളും പിൻപറ്റുന്നതായിരിക്കുന്ന, ഞാനും നിങ്ങളും അനുഗമിക്കുന്നതായിരുന്ന നമ്മുടെ കർത്താവിന്റെ പരമാധികാരം ഈ സംഭവത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. കർത്താവ് പരമാധികാരിയാണ്. അവന്റെ പരമാധികാരത്തിന്റെ ആ ശക്തി, പവർ നമുക്ക് ഈ വേദവാക്യത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പത്രോസിനോട് കർത്താവ് പറയുന്ന വാക്കുകൾ 4-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നത്, അവനോട് പറയുന്നു, അവൻ ശിമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുന്നതിന് വല ഇറക്കുവീൻ എന്ന് പറഞ്ഞു. ആഴത്തിലേക്ക് നീക്കി വല ഇറക്കുവീൻ. ശിമോൻ പത്രോസും കൂട്ടരും നിൽക്കുന്നതായിരിക്കുന്ന അവസ്ഥ എന്നുള്ളത്, ആ ഒരു സാഹചര്യം എന്നുള്ളത് നമുക്കറിയാം. വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം എന്താ അവരുടെ സാഹചര്യം എന്നുള്ളത്. പത്രോസ് പറയുന്നുണ്ട്, ഈ വാക്ക് കർത്താവിൽ നിന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ പത്രോസ് പറയുന്ന ഒരു വാക്കുണ്ട്. എന്താ? നാഥ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. എന്താ അവരുടെ അവസ്ഥ? കഴിഞ്ഞ ഒരു രാത്രി മുഴുവൻ, പുറകിൽ കടന്നുപോയതായിരുന്ന ഒരു രാത്രികാലം മുഴുവൻ ഈ ഗലീല കടലിൽ അങ്ങോളം ഇങ്ങോളം അവർ വല വീശി അലഞ്ഞിട്ട് ക്ഷീണിതരായി വന്നു നിൽക്കുന്നതായിരുന്ന ഒരു കൂട്ടം ശിഷ്യന്മാരോട്, അല്ലെങ്കിൽ ഒരു കൂട്ടം മുക്കുവന്മാരോട് കർത്താവ് പറയുകയാണ്, ആഴത്തിലേക്ക് നീക്കി വലയിറക്കുക. പത്രോസിനെ കുറിച്ച് നമുക്കറിയാം. വളരെ പരിചയസമ്പന്നനായിരിക്കുന്ന, കടലിൽ മീൻ പിടിച്ച് വളരെ പരിചയസമ്പത്തുള്ളതായിരുന്ന ഒരു വ്യക്തി ആര്? ഒരു മുക്കുവൻ ആര്? പത്രോസ്. അവൻ തന്നാലാവോളം തൻ്റെതായിരുന്ന കഴിവുകൾ എല്ലാം പയറ്റിയിട്ട് ക്ഷീണിതനായി വന്നു നിൽക്കുന്നതായിരുന്ന ഒരു സാഹചര്യം. ആ സാഹചര്യത്തിൽ കർത്താവ് പത്രോസിനോട് പറയുക, ആഴത്തിലേക്ക് നീക്കി വലയിറക്കുക. ഇവിടെ കർത്താവിന്റെ പരമാധികാരം കർത്താവ് അവിടെ വെളിപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ പരമാധികാരം വെളിപ്പെടണമെങ്കിൽ എന്താ? ഇതാരനുസരിക്കണം? പത്രോസ് അനുസരിക്കണം. പത്രോസ് ഇത് അനുസരിക്കുവാനായിട്ട് ആവശ്യമുണ്ട് എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ഒരു സംഭവത്തിലൂടെ നമ്മുടെ കർത്താവിന്, ഞാൻ ഓർപ്പിച്ചതുപോലെ, നമ്മുടെ കർത്താവിന്റെ ആ ഒരു പരമാധികാരം, ആ ഡിവൈൻ പവർ
അവിടെ വെളിപ്പെടുന്നത്. മാത്രമല്ല അവൻ്റെ ആ ഒരു എബിലിറ്റി, കർത്താവിൻ്റെ ഒരു കഴിവ് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. ബിയോണ്ട് ദ ഹ്യൂമൻ എഫോർട്ട്, എന്താ മനുഷ്യന്റെ പ്രയത്നങ്ങൾക്ക് അപ്പുറത്തുള്ളതായിരുന്ന കർത്താവിൻ്റെ ഒരു കഴിവ്, അവൻ്റെ പരമാധികാരം മാത്രമല്ല, നമ്മുടെ കർത്താവിൻ്റെ മനുഷിക പരിശ്രമങ്ങൾക്ക്, മാനുഷിക പ്രയത്നങ്ങൾക്ക് അപ്പുറത്തുള്ളതായിരിക്കുന്ന ഒരു കഴിവ് കൂടെ ഈ സംഭവത്തിലൂടെ ഇവിടെ വെളിപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. രണ്ടാമത്തെ കീ പോയിന്റ് എന്ന് പറയുന്നത് പത്രോസിന്റെ റെസ്പോൺസ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ വാക്യങ്ങളിൽ. 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, 5-ാം വാക്യത്തില്, അതിന് ശീമോൻ, നാഥാ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് വല ഇറക്കാം എന്ന് പറയുന്ന ഒരു ശീമോനെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ശീമോന്റെ ഈ ഒരു അനുസരണത്തിലൂടെ ഈ വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള, ഈ വളരെ പരിചയസമ്പന്നനായിട്ടുള്ള ഈ വ്യക്തി തൻ്റെ ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ട സ്ഥാനത്ത് കർത്താവിൻ്റെ വാക്കിനെ മാനിച്ചുകൊണ്ട്, അല്ലെങ്കിൽ കർത്താവിൻ്റെ വാക്കിനെ അനുസരിച്ചുകൊണ്ട് മാത്രം എന്ത് ചെയ്യുക, ആ ഗലീല കടലിന്റെ ആഴത്തിലേക്ക് വലയിറക്കുവാനായിട്ട് പോകുന്നത് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് വെളിപ്പെടുത്തുന്നത് എന്താ? കർത്താവിനോടുള്ളതായിരുന്ന അവൻ്റെ വിശ്വാസവും ആ കർത്താവിൻ്റെ കൽപ്പനയോടുള്ളതായിരിക്കുന്ന അവൻ്റെ അനുസരണവും ഇവിടെ പത്രോസ് വെളിപ്പെടുത്തുന്നത് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പത്രോസിന് പറയുവാനായിട്ട് ന്യായങ്ങൾ പലതും ഉണ്ടാകുമായിരുന്നു. നമുക്കറിയാം, ഇത്രമാത്രം പരിചയസമ്പന്നനായിരുന്ന ഒരു മുക്കുവന്റെ അടുത്ത് എന്നിട്ട് അവൻ്റെതായിരുന്ന വഴികളെല്ലാം തിരഞ്ഞ്, അവൻ്റെതായ വഴികളെല്ലാം പ്രയോഗിച്ച് പരാജയപ്പെട്ടു നിൽക്കുന്ന ഒരു മുക്കുവന്റെ അടുത്ത് ചെന്നിട്ട് നീ ആഴത്തിലേക്ക് നീക്കി വല ഇറക്കുക എന്ന് പറഞ്ഞ ആ കർത്താവിൻ്റെ വാക്കിനെ, ആ കർത്താവിനെ വിശ്വസിക്കുന്നതാണ്, ആ കർത്താവിലുള്ള അവൻ്റെ വിശ്വാസവും ആ കർത്താവിൻ്റെ ആ കൽപ്പനയോടുള്ള അവൻ്റെ അനുസരണവും ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് കാണുവാനായിട്ട് സാധിക്കുന്നു. അതിനുശേഷം അവസാനത്തിലേക്ക് കടന്നു വരുമ്പോൾ മറ്റൊരു ഹൈലൈറ്റ് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്ന, ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പത്രോസ് ചെയ്യുന്നൊരു കാര്യമുണ്ട്. അവൻ എന്താ ചെയ്യുന്നത്? കർത്താവിൻ്റെ കാൽക്കല് വീഴുന്നതായിരിക്കുന്ന ഒരനുഭവം, കർത്താവിൻ്റെ കാൽക്കൽ വീഴുന്ന ഒരു പത്രോസിനെ കാണുവാനായിട്ട് സാധിക്കുന്നു. ഈ കാര്യം വെളിപ്പെടുത്തുന്നത് എന്താ? ഇത് ഇല്ലുസ്ട്രേറ്റ് ചെയ്യുന്നത് എന്താണെന്നറിയാമോ? കർത്താവിനെ മഹത്വം കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ ഒരു കാര്യം മനസ്സിലായി. എന്താ? അവന്റെ പാപാവസ്ഥ, അവന്റെ സിൻഫുൾനെസ്, അവൻ പാപിയാണ്, അവന്റെ ജീവിതത്തിലെ പാപാവസ്ഥ അവനെ മനസ്സിലാകുവാനായിട്ട് ഇടയായി തീർന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മാത്രമല്ല, പാപാവസ്ഥ അവന് മനസ്സിലായി എന്ന് മാത്രമല്ല, ഈ വീഴ്ച എന്തിനെ കാണിക്കുന്നത്? അവന്റെ താഴ്മയെ കാണിക്കുകയാണ്, അവന്റെ ഹ്യൂമിലിറ്റിയെ കാണിക്കുകയാണ്. പത്രോസിന്റെ സിൻഫുൾനെസ് അവനെ വെളിപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. മാത്രമല്ല, അവന്റെ താഴ്മ അവൻ അവിടെ വെളിപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. മൂന്നാമത് അവിടെ ഹൈലൈറ്റ് ചെയ്ത്, ഈ പാസേജിൽ ഹൈലൈറ്റ് ചെയ്ത് കാണുവാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം എന്നുള്ളത് ഡിസൈപ്പിൾഷിപ്പ് ആൻഡ് ഫോളോവിങ് ജീസസ്. ശിഷ്യത്വം എന്നുള്ളതായിരുന്ന ഒരു അവസ്ഥ ഈ പാരഗ്രാഫിൽ വെളിപ്പെടുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നു. ഒരു വ്യക്തിയുടെ ശിഷ്യത്വവും മാത്രമല്ല, ആ ശിഷ്യത്വത്തിലൂടെ കർത്താവിനെ അനുഗമിക്കുക എന്നുള്ളതായിരുന്ന ഒരു അവസ്ഥയും നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. ഒരു വ്യക്തിക്ക് കർത്താവിൻ്റെ ശിഷ്യനായി തീരണമെങ്കിൽ, ശിഷ്യനായി കർത്താവിനെ അനുഗമിക്കണമെങ്കിൽ, ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ പത്രോസിന്റെ ജീവിതത്തിൽ നിന്ന്, ഈ മുക്കുവന്മാരുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു വസ്തുത എന്നുള്ളത് 11-ാം വാക്യത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ അവർ പടകുകളെ കരയ്ക്ക് അടുപ്പിച്ചിട്ട് സകലവും വിട്ട് അവനെ അനുഗമിച്ചു. യഥാർത്ഥ ശിഷ്യത്വത്തിന്റെ ഒരു വ്യക്തി കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശിഷ്യനായി തീർന്ന് കർത്താവിനെ അനുഗമിക്കുവാനായിട്ട് ഇടയായി തീരുമ്പോൾ അവൻ ഏത് നിലയിലായിരിക്കണം എന്നുള്ളത്, അല്ലെങ്കിൽ ഏത് നിലയിലാണ് ഒരു വ്യക്തി ശിഷ്യനായി തീരേണ്ടത്, ശിഷ്യനായി തീർന്ന് അവൻ കർത്താവിനെ അനുഗമിക്കേണ്ടത് എങ്ങനെ എന്നുള്ളതിന്റെ വ്യക്തമായിരുന്ന ഒരു ഡെമോൺസ്ട്രേഷൻ ഇവിടെ ഈ പത്രോസിലൂടെ അല്ലെങ്കിൽ മുക്കുവന്മാരിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അതുവരെ അവരുടെ കൈകളിൽ ഉണ്ടായിരുന്ന, അതുവരെ അവർ പ്രയോഗിച്ചു കൊണ്ടിരുന്നതായിരുന്ന, അല്ലെങ്കിൽ അതുവരെ അവർ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നതായിരുന്ന സകലതിനെയും ഉപേക്ഷിച്ചിട്ട് അതിനെല്ലാം വിട്ടുകളഞ്ഞതിന് ശേഷമാണ് എന്ത് ചെയ്തത്? കർത്താവിന്റെ ശിഷ്യത്വത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട്. അങ്ങനെ ഒരു ശിഷ്യത്വത്തിലേക്ക് വന്ന ഒരു വ്യക്തിക്ക് മാത്രമേ യഥാർത്ഥമായിട്ട് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ? കർത്താവിന് ശിഷ്യനായിട്ട്, കർത്താവിനെ ഫോളോ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ആ ഗുരുവിനെ ഫോളോ ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് കാര്യം ഇവിടെ ഈ പാരഗ്രാഫിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും.
ഇനി പ്രാരംഭ വാക്യത്തിലേക്ക് ഞാൻ മടങ്ങി വരികയാണ്. ഈ പാരഗ്രാഫിൽ ഹൈലൈറ്റ് ചെയ്ത് കണ്ടതായിരുന്ന ചില വസ്തുതകളാണ്, അല്ലെങ്കിൽ ഹൈലൈറ്റ് ചെയ്ത് ഈ സംഭവത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ചില വസ്തുതകളാണ് നാം ഓർക്കുവാനായിട്ട് ഇടയായി തീർന്നത്. ഇനി പത്രോസിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഈ മുക്കുവന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ സംഭവത്തിലൂടെ വെളിപ്പെട്ടതായിരുന്ന ചില വസ്തുതകൾ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒന്ന്, ഫെയ്ത്ത് ആൻഡ് ഒബീഡിയൻസ്. അവരുടെ വിശ്വാസം, കർത്താവിനുള്ളതായിരുന്ന വിശ്വാസവും കർത്താവിൻ്റെ കൽപ്പനയോടുള്ളതായിരിക്കുന്ന അവരുടെ അനുസരണവും ഇവിടെ എംഫസൈസ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ഊന്നി പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഞാൻ ഓർപ്പിച്ചതുപോലെ പത്രോസിനെ സംബന്ധിച്ചിടത്തോളം ഒരു അറിവുമില്ലാത്തതായിരുന്ന ഒരു വ്യക്തിയല്ല. ഗലീല കടലിന്റെ സകല മുക്കും മൂലയും നല്ലതുപോലെ അറിയാവുന്നതായിരുന്ന ഒരു വ്യക്തി. ആ വ്യക്തി കർത്താവ് അതെല്ലാം പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോൾ കർത്താവിന്റെ വാക്കിനെ മാത്രം വിശ്വസിച്ചുകൊണ്ട് അവൻ എന്ത് ചെയ്യുക, ആ ഗലീല കടലിന്റെ ആഴത്തിലേക്ക് വലയിറക്കുവാനായിട്ട് തയ്യാറായി. അവനെ വിശ്വസിച്ചു എന്ന് മാത്രമല്ല, മറ്റൊരു കാര്യം കൂടിയുണ്ട്. എന്താ? അവന്റെ കൽപ്പനയോടുള്ളതായിരുന്ന ഒരു അനുസരണം കൂടെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. ഒരു യഥാർത്ഥ ക്രിസ്തു ശിഷ്യന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു വസ്തുതയാണ് ഇത്. ഒരു യഥാർത്ഥ ശിഷ്യൻ, കർത്താവിനെ അനുഗമിക്കുന്നതായിരുന്ന, കർത്താവിന്റെ വിളി കേട്ട് തന്നെ ഫോളോ ചെയ്യുന്നതായിരുന്ന ഒരു ശിഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ നിന്ന് വെളിപ്പെടുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ദർശിക്കുവാൻ കഴിയുന്ന ഒരു കാര്യമായിട്ട് ഇതിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്താ? അവൻ കർത്താവിൽ പൂർണ്ണമായിട്ട് അവന്റെ വിശ്വാസം വെളിപ്പെടുത്തുന്നത് കാണുവാനായിട്ട് സാധിക്കും. മാത്രമല്ല, കർത്താവ് കൽപ്പിക്കുന്നതായിരുന്ന കൽപ്പനകളോടുള്ള പരിപൂർണമായിരുന്ന ഒരു അനുസരണം അവന്റെ ജീവിതത്തിലൂടെ വെളിപ്പെടുത്തുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നു. ദൈവജനമേ, നമുക്ക് നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കുവാനായിട്ട് ഇടയായി തീരട്ടെ. നമുക്കെയും കാലാകാലങ്ങളിലായിട്ട് കർത്താവിനെ അനുഗമിക്കുവാനായിട്ട് കർത്താവിന്റെ ശിഷ്യഗണത്തിന്റെ കൂട്ടത്തിലേക്ക് വിളിച്ച് ചേർക്കപ്പെട്ടവരാണ്. വിവിധ സാഹചര്യങ്ങളിലൂടെ വിവിധ ഇടങ്ങളിലായി നിന്നുകൊണ്ട് ഈ കർത്താവിന്റെ ശിഷ്യത്വത്തിലേക്ക്, ഈ കർത്താവിനെ അനുഗമിക്കുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. എന്നാൽ നാം വിളിക്കപ്പെട്ട ഈ കർത്താവിന്റെ ശിഷ്യത്വത്തിലേക്ക് വന്നത് എങ്ങനെയെന്നുള്ളത് നമുക്കൊന്ന് ഓർക്കുവാനായിട്ട് ഇടയായി തീരട്ടെ. അല്ലെങ്കിൽ ഈ കർത്താവിനോടുള്ള നമ്മുടെ ശിഷ്യത്വത്തിന്റെ അവസ്ഥ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് നമുക്കൊന്ന് ചിന്തിക്കുവാനായിട്ട് ഇടയായി തീരട്ടെ. ഈ കർത്താവിനുള്ള വിശ്വാസം, കർത്താവ് പറയുന്നത് വിശ്വസിക്കുവാൻ മാത്രമല്ല അത് അനുസരിക്കുവാൻ, അതുപോലെ അനുസരിക്കുവാനുള്ള മനോഭാവം നമ്മുടെ ജീവിതത്തിലുണ്ടോ? നമുക്ക് സാധിക്കുന്നുണ്ടോ? ഇവിടെ പത്രോസിന്റെ ജീവിതത്തിൽ നിന്ന് ഒന്നാമത്, അല്ലെങ്കിൽ ഈ മുക്കുവന്മാരുടെ ജീവിതത്തിൽ നിന്ന് ഒന്നാമത് കാണുവാനായിട്ട് സാധിക്കുന്നത് അവരുടെ കർത്താവിനുള്ളതായിരുന്ന വിശ്വാസവും, ആ വിശ്വാസത്തിനോടുള്ള ബന്ധത്തിൽ ആ കർത്താവിന്റെ കൽപ്പനയോടുള്ളതായിരിക്കുന്ന അവരുടെ അനുസരണവും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതാ 5-ാം വാക്യത്തിൽ പറയുന്നത്, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം എന്ന് ഉത്തരം പറഞ്ഞു. രണ്ടാമത്തെ കാര്യം എന്നുള്ളത് ഗോഡ്സ് പ്രൊവിഷനാണ്. ഒന്നാമത് നാം കണ്ടു കർത്താവിനുള്ളതായിരുന്ന അവരുടെ വിശ്വാസവും ആ വിശ്വാസത്തോടുള്ള ബന്ധത്തിൽ അവർക്ക് കർത്താവിന്റെ കൽപ്പനയോടുള്ളതായിരുന്ന അനുസരിക്കുവാനുള്ളതായിരുന്ന ആ ഒരു മനോഭാവവും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. രണ്ടാമത് ഈ പാസേജിൽ നാം കാണുന്നത് കർത്താവിന്റെ, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു പ്രൊവിഷൻ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ വലിയ മീൻപിടുത്തം എന്ന് പറയുന്നത് ഒരു ഡെമോൺസ്ട്രേഷനാണ്. കർത്താവ് ഒരു കാര്യത്തിന്റെ ഡെമോൺസ്ട്രേഷൻ ചെയ്യുക, അല്ലെങ്കിൽ അതിനെ ഇല്ലുസ്ട്രേറ്റ് ചെയ്യുക. എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ പ്രൊവിഷൻ, ദൈവത്തിന്റെ കരുതൽ കർത്താവ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. മാനുഷിക പ്രയത്നങ്ങൾക്ക് അപ്പുറത്ത് ദൈവം കരുതുന്നവനാണ് എന്നുള്ളത് ഇവിടെ വെളിപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. പലപ്പോഴും ഇതൊന്നും നമുക്ക് വിശ്വസിക്കുവാനായിട്ട് വളരെയധികം പ്രയാസമുള്ള വസ്തുതകളാണ്. നാം പല കാര്യങ്ങളും പരിശ്രമിച്ച് നോക്കും, എന്നാൽ അതിൻ്റെ മധ്യത്തിൽ പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു വ്യക്തിയുണ്ട്, അല്ലെങ്കിൽ പ്രവർത്തിക്കുവാൻ കഴിയുന്നതായിരിക്കുന്ന നമ്മുടെ ആ പരാജയങ്ങൾക്കൊക്കെ അപ്പുറത്ത് പ്രവർത്തിക്കുവാൻ കഴിയുന്നതായിരുന്ന ഒരു കർത്താവിനെയാണ് ഞാനും നിങ്ങളും അനുഗമിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുവാനായിട്ട് പലപ്പോഴും നമുക്ക് പ്രയാസമുള്ള കാര്യമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ദൈവത്തിന്റെ പരിപൂർണമായിരുന്ന ഒരു കരുതലിനെയും ദൈവം അനുഗ്രഹിക്കുവാനുള്ളതായിരിക്കുന്ന, തന്നെ അനുഗമിക്കുന്ന ഒരു വ്യക്തിയെ അനുഗ്രഹിക്കുവാനുള്ളതായിരുന്ന ദൈവത്തിന്റെ കഴിവിനെയും നമുക്ക് ഈ പാസേജിലൂടെ, അല്ലെങ്കിൽ ഈ പാരഗ്രാഫിലൂടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്.
ഒരിക്കലും അവർ പ്രതീക്ഷിച്ചതായിരുന്ന ഒരു വസ്തുതയല്ല ഇത് എന്നുള്ളത്. കാരണം കഴിഞ്ഞ രാത്രി മുഴുവനും നാം ഓർത്തതുപോലെ ആ കടലിന്റെ മുക്കും മൂലയും മുഴുവൻ വല വീശിയതായിരുന്ന ഒരു കൂട്ടം മുക്കുവന്മാർ. ആ മുക്കുവന്മാർ കർത്താവിൽ വിശ്വസിച്ച് കർത്താവിന്റെ വാക്കിൽ അനുസരിച്ച് വലയിറക്കിയപ്പോൾ ദൈവത്തിന്റെ പ്രൊവിഷൻ, ദൈവത്തിന്റെ കരുതൽ, തന്നെ അനുഗമിക്കുന്ന ഒരു വ്യക്തിയോടുള്ള ബന്ധത്തിൽ, അല്ലെങ്കിൽ തന്റെ വാക്ക് അനുസരിക്കുന്ന ഒരു വ്യക്തിയോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ കരുതൽ അവർക്ക് കാണുവാനിടയായി തീർന്നത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതാണ് നാം വായിക്കുന്നത് 6-ാം വാക്യത്തിൽ. അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു, വല കീറാറായി. എന്നിട്ട് എന്താ സംഭവിച്ചേ? അവർ മറ്റേ പടകിലുള്ള കൂട്ടാളികൾ വന്ന് സഹായിപ്പാൻ അവരെ മാടി വിളിച്ചു. അവർ വന്നു പടക് രണ്ടും മുങ്ങുമാറാകുവോളം നിറച്ചു. വളരെ പരിചയസമ്പന്നരായ മുക്കുവന്മാർ കഴിഞ്ഞ ഒരു രാത്രി മുഴുവൻ ഈ കടലിൽ അധ്വാനിച്ചതാണ് പ്രിയപ്പെട്ടവർ. ഒന്നും കിട്ടാതെ അലഞ്ഞതായിരുന്ന ഒരു ശിഷ്യഗണം കർത്താവിൽ വിശ്വസിച്ച് കർത്താവിന്റെ വാക്ക് മാത്രം അനുസരിച്ച് വലയിറക്കിയപ്പോൾ ദൈവത്തിന്റെ കരുതൽ അവർ കണ്ടത് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. 2 പടക് മുങ്ങുമാറാകുവോളം അവർക്ക് പെരുത്ത മീൻകൂട്ടം കിട്ടിയതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നു. ഈ ഒരു മിറാക്കുലസ് ഇവന്റിലൂടെ ദൈവം തന്റെ കരുതൽ, തന്നെ അനുഗമിക്കുന്ന വ്യക്തികളോടുള്ള തന്റെ കരുതൽ എത്രമാത്രമാണെന്നുള്ളത് വെളിപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. മൂന്നാമത് നാം കാണുന്നത് ഒരു ട്രാൻസ്ഫോർമേഷൻ, അതിന്റെ ന്യൂ പർപ്പസ് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. എന്താ ട്രാൻസ്ഫോർമേഷൻ? ഇവിടെ എന്ത് നടക്കുന്നുണ്ട്? ഒരു രൂപാന്തരം നടക്കുന്നുണ്ട്. മാത്രമല്ല ഒരു പുതിയ ഉത്തരവാദിത്വം കൂടെ ഇവിടെ നൽകപ്പെടുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. എന്താ ഇവിടെ നടക്കുന്നത്? ട്രാൻസ്ഫോർമേഷൻ. കർത്താവ് പത്രോസിനോട് പറയുന്നുണ്ട്. എന്താ പറയുന്നത്? ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവരാകും. ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവരാകും. ഇതുവരെ ഇവരാരായിരുന്നു? മീൻപിടുത്തക്കാർ, മുക്കുവന്മാരായിരിക്കുന്ന മീൻപിടുത്തക്കാരായിരിക്കുന്ന ഒരു കൂട്ടം വ്യക്തികളെ ഇവിടെ ഒരു രൂപാന്തരം ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്താ രൂപാന്തരം? അവരാരായിട്ട് മാറുകയാ? ആത്മാക്കളെ പിടിക്കുന്നവരായിട്ട്, മനുഷ്യരെ പിടിക്കുന്നവരായിട്ട് ദൈവം അവരെ രൂപാന്തരപ്പെടുത്തുന്നത് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിലുള്ളവർ അവർ വിശ്വസിച്ചത് മുഖാന്തരം, ദൈവത്തിന്റെ വാക്കുകളെ അനുസരിച്ചത് മുഖാന്തരം ദൈവിക അനുഗ്രഹത്തെ അല്ലെങ്കിൽ ദൈവത്തിന്റെ കരുതലിനെ അവർക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു എന്ന് മാത്രമല്ല, അവരുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുക? വലിയൊരു രൂപാന്തരം കൂടെ സംഭവിക്കുക. ഇതുവരെ മീൻപിടുത്തക്കാരായിരുന്ന മുക്കുവന്മാർ ഇനി മുതൽ അവരുടെ ജീവിതം മാറുകയാണ്. മാത്രമല്ല പുതിയൊരു പർപ്പസ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുക. ഇതുവരെ അവര് മീൻപിടുത്തക്കാരായി. ഇനി അവരുടെ പർപ്പസ് എന്താ? അല്ലെങ്കിൽ അവരുടെ ഉത്തരവാദിത്വം എന്താ? മനുഷ്യരെ പിടിക്കുക. നമ്മുടേതായ ഭാഷയിൽ പറഞ്ഞാൽ ഇനി എന്താ? സുവിശേഷീകരണം എന്നുള്ളതാണ് ഇനി അവരുടെ ഉത്തരവാദിത്വം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു ക്രിസ്തു ശിഷ്യനെ സംബന്ധിച്ചിടത്തോളം കർത്താവിൽ വിശ്വസിച്ച് കർത്താവിന്റെ കൽപ്പനയനുസരിച്ച് സകലവും വിട്ട് കർത്താവിനെ അനുഗമിക്കുന്ന ഒരു ക്രിസ്തു ശിഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ അടുത്ത സ്റ്റെപ്പ് എന്നുള്ളത് എന്താ? മനുഷ്യരെ പിടിക്കുക, ആത്മാക്കളെ നേടുക, സുവിശേഷം ഷെയർ ചെയ്യുക. ഇതാണ് അവന്റെ ഒരു ക്രിസ്തു ശിഷ്യന്റെ ലക്ഷ്യം എന്നുള്ളത്. ഈ പാസേജിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഓർപ്പിക്കുന്ന ഒരു വസ്തുതയാണ്. ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു രൂപാന്തരം ഇവിടെ നടക്കുകയാണ്. കർത്താവുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്ന ഈ മുക്കുവരുടെ ജീവിതത്തിൽ നടന്നായിരുന്ന രൂപാന്തരം. അവരിനി മുക്കുവരല്ല, മീൻപിടുത്തക്കാരല്ല. അവരിനി കർത്താവിന് വേണ്ടി, കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി ആത്മാക്കളെ നേടുന്നവരാണ്. കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിന് വേണ്ടി ആത്മാക്കളെ നേടുന്നവരാണ് എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ആ ഒരു വലിയ ഉത്തരവാദിത്വം കർത്താവ് തൻ്റെ ഈ മുക്കുവരെ, ഈ ശിഷ്യഗണത്തെ ഏൽപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. കർത്താവിന് വേണ്ടി സെർവ് ചെയ്യുക, ഇനി അതാണ് അവരുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. നാലാമത്തെ ഒരു കാര്യം ഇവിടെ വെളിപ്പെടുന്ന, പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ, ഹ്യൂമിലിറ്റി ആൻഡ് റെക്കഗ്നീഷൻ ഓഫ് സിൻ. എന്താ? കർത്താവിനെ കണ്ടതായിരുന്ന, കർത്താവുമായിട്ട് ബന്ധപ്പെട്ട ഈ കാര്യങ്ങളൊക്കെയും കണ്ടതായിരിക്കുന്ന പത്രോസിൽ വെളിപ്പെട്ടതായിരുന്ന ഒരു വസ്തുതയാണ് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഒന്ന്,
അവൻ എന്ത് ചെയ്തു? ദൈവസന്നിധിയിൽ താഴുവാനായിട്ട് ഇടയായിത്തീർന്നു. ഇത്രയും കാലം വലിയ മുക്കുകളായിട്ട്, വലിയ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പരിചയസമ്പന്നരായ മുക്കുവരായിട്ട് അവരുടേതായ പ്രയത്നങ്ങളിൽ അവരുടേതായ എഫേർട്ടൊക്കെയും ചെയ്തായിരുന്ന ആളുകൾ അവർ പരാജയപ്പെട്ടു എന്ന് കണ്ട് ആ പരാജയത്തിന്റെ മധ്യത്തിൽ കർത്താവ് അവർക്ക് വേണ്ടി കരുതി, അല്ലെങ്കിൽ കർത്താവിന്റെ അതോറിറ്റി, കർത്താവിന്റെ ആ ഡിവൈൻ പവർ കണ്ടതായിരിക്കുന്ന ഈ മുക്കുവന്മാർ അല്ലെങ്കിൽ ഈ പത്രോസ് എന്ത് ചെയ്യുക? അവിടെ കർത്താവിന്റെ സന്നിധിയില്, കർത്താവിന് മുമ്പില് താഴുന്നതായിരുന്ന ഒരു പത്രോസിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അവൻ താണു എന്ന് മാത്രമല്ല, എന്താ സംഭവിച്ചേ? എന്താ പറയുന്നത്? ഞാൻ പാപിയായിരിക്കുന്ന മനുഷ്യനാകൊണ്ട് എന്ത് ചെയ്യണം? എന്നെ വിട്ട് പോകണം. ഞാൻ പാപിയായിരിക്കുന്ന, ഇവിടെ ഒരു തിരിച്ചറിവ് പത്രോസിനുണ്ടാകുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. എന്താ തിരിച്ചറിവ്? അവൻ പാപിയാണ്. കർത്താവിന്റെ മുൻപാകെ അവനത് സമ്മതിക്കുക, അവൻ തിരിച്ചറിഞ്ഞു എന്ന് മാത്രമല്ല, അവനത് വ്യക്തമായിട്ട് സമ്മതിക്കുക. ഞാൻ പാപിയാണ്. അത് സംബന്ധിച്ചുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ താഴുന്ന ഒരു ക്രിസ്തു ശിഷ്യനെ നാം ഇവിടെ പത്രോസിലൂടെ കാണുവാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ താണതായിരുന്ന തന്റെ പാപാവസ്ഥയെ മനസ്സിലാക്കി അതിനെ സമ്മതിച്ചതായിരിക്കുന്ന, അതിനെ സമ്മതിച്ച് വെളിപ്പെടുത്തിയതായിരിക്കുന്ന ഒരു പത്രോസിനോടുള്ള ദൈവത്തിന്റെ മനോഭാവം എങ്ങനെയാ? പത്രോസ് എന്താ പറഞ്ഞ ദൈവത്തോട്, കർത്താവിനോട്? എന്നെ വിട്ട് പോകാനാ പറഞ്ഞത്. എന്നെ വിട്ട് പോകണമെന്ന് പറഞ്ഞു. കർത്താവ് എന്താ ചെയ്തേ? കർത്താവ് അവരോട്ട് പോവുകയാണോ ചെയ്തേ? അല്ല. ഇതുവരെയും നീ മീൻപിടുത്തക്കാരനായിരുന്നു, നീ ഒരു മുക്കുവനായിരുന്നു. എന്നാൽ ഇന്നു മുതൽ ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവനാക്കും എന്ന ആ അനുഗ്രഹീതമായിരുന്ന പദവിയിലേക്ക് കർത്താവ് ഈ പത്രോസിനെ കൊണ്ടുവരുന്നത് കാണുവാനായിട്ട് സാധിക്കുന്നു. എന്താ കാരണം? പത്രോസ് തന്റെ പരാജയത്തെ സമ്മതിച്ചു. പത്രോസ് തന്റെ പരാജയത്തെ സമ്മതിച്ചു എന്ന് മാത്രമല്ല, അവൻ പാപിയാണ്. ആ വാക്ക് പ്രത്യേകമായിട്ട് പത്രോസ് എടുത്തു പറയുകയാണ്. ഞാൻ പാപിയാണ്, എന്റെ പാപാവസ്ഥ അവൻ സമ്മതിക്കുന്നത് നമുക്കവിടെ കാണുവാനായിട്ട് സാധിച്ചു. അങ്ങനെ സമ്മതിച്ചു എന്ന് മാത്രമല്ല, ദൈവസന്നിധിയിൽ താണതായിരുന്ന പത്രോസിനെ വിട്ടു പോകുകയല്ല കർത്താവ്, അവരെ വിളിച്ചതായിരുന്ന ആ അരുമ ഗുരുവായിരിക്കുന്ന കർത്താവ് ചെയ്തത്. അവരെ ചേർത്ത് പിടിച്ച് ഇന്നു മുതൽ മനുഷ്യരെ പിടിക്കുന്നതായിരുന്ന ഒരു പുതിയ അവസ്ഥയിലേക്ക്, ഒരു ട്രാൻസ്ഫോർമേഷന്റെ അവസ്ഥയിലേക്ക് കർത്താവ് അവരെ കൊണ്ടുവന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, വളരെ ലളിതമായ ചിന്തകളാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ കേൾപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. ഈ സംഭവത്തിലൂടെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ വിളിക്കുകയാണ്. കർത്താവ് തൻ്റെ ആരംഭ ശിഷ്യന്മാരെ വിളിക്കുകയാണ്. ഒരു അത്ഭുതകരമായിരുന്ന മീൻപിടുത്തത്തിൻ്റെ ഡെമോൺസ്ട്രേഷനിലൂടെയാണ് കർത്താവ് തൻ്റെ ശിഷ്യഗണത്തെ വിളിച്ചത് എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ ശിഷ്യഗണത്തോടുള്ള ബന്ധത്തിൽ കർത്താവിൻ്റെ വിളിയോടുള്ള അവരുടെ പ്രതികരണം, അവരുടെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു എന്നുള്ളതും നാം ചിന്തിക്കുവാനായിട്ട് ഇടയായി തീർന്നു. കർത്താവിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന ഒരു കൂട്ടം വ്യക്തികൾ, മാത്രമല്ല കർത്താവിൻ്റെ കൽപ്പനയെ അപ്പാടെ അനുസരിക്കുന്നതായിരുന്ന ഒരു കൂട്ടം വ്യക്തികൾ. അങ്ങനെ കർത്താവിൽ വിശ്വസിച്ച് കർത്താവിനെ അനുസരിച്ചതായിരിക്കുന്ന ആ വ്യക്തികളോടുള്ള ബന്ധത്തിൽ കർത്താവിൻ്റെ കരുതൽ എന്തായിരുന്നു എന്നുള്ളത് നാം കാണുവാനായിട്ട് ഇടയായിത്തീർന്നു. അവരുടേതായിരുന്ന മാനുഷിക പ്രയത്നങ്ങൾക്ക്, മാനുഷികമായിരിക്കുന്ന പരിശ്രമങ്ങൾക്ക് അപ്പുറത്ത് ദൈവത്തിന്റെ ദിവ്യമായിരുന്ന ശക്തിയുടെ, ദൈവത്തിന്റെ ആ കഴിവിന്റെ വെളിപ്പെടൽ അവരുടെ മുൻപാകെ കാണുവാനായിട്ട്, അല്ലെങ്കിൽ ആ ഒരു അനുഗ്രഹം അവർക്ക് പ്രാപിക്കുവാനായിട്ട് ഇടയായി തീർന്നത് ഞാൻ നിങ്ങളും കാണുവാനായിട്ട് ഇടയായി തീർന്നു. മാത്രമല്ല, ദൈവം അവരുടെ ജീവിതത്തിൽ വരുത്തിയതായിരുന്ന ആ രൂപാന്തരവും അവർക്ക് നൽകിയതായിരിക്കുന്ന ഉത്തരവാദിത്വത്തെയും നാം കാണുവാനായിട്ട് ഇടയായി തീർന്നു. കേവലം മുക്കുവന്മാരായിരുന്ന പ്രിയപ്പെട്ടവരെ തന്റെ ശിഷ്യന്മാരാക്കി രൂപാന്തരപ്പെടുത്തി എന്ന് മാത്രമല്ല, പുതിയൊരു ഉത്തരവാദിത്വം ദൈവം അവരെ ഏൽപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നു. പുതിയൊരു ഉദ്ദേശം അവരുടെ ജീവിതത്തിന് കർത്താവ് നൽകുവാനായിട്ട് ഇടയായി തീർന്നു. ആ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് സുവിശേഷീകരണം, ഷെയറിംഗ് ഓഫ് ഗോസ്പൽ, സുവിശേഷത്തിന്റെ പ്രചരണം, ഇതായിരുന്നു അവർക്ക് നൽകിയതാണ് ഉത്തരവാദിത്വം എന്ന് പറയുന്നത്.
അവസാനമായി നാം കണ്ടത് പത്രോസിന്റെ ജീവിതത്തിലുണ്ടായിരുന്ന അവന്റെ ആ ഒരു റെസ്പോൺസ് നാം കാണുവാനായിട്ട് ഇടയായിത്തീർന്നു, അല്ലെങ്കിൽ അതിന്റെ അനന്തര ഫലം നാം കാണുവാനായിട്ട് ഇടയായിത്തീർന്നു. അതെന്ന് പറയുന്നത് എന്താ? അവൻ പാപിയാണെന്നുള്ള തിരിച്ചറിവ് പത്രോസിന്റെ ജീവിതത്തിലുണ്ടായി എന്ന് മാത്രമല്ല, അതുണ്ടായപ്പോൾ ദൈവസന്നിധിയിൽ, കർത്താവിന്റെ സന്നിധിയിൽ അവൻ താഴുവാനായിട്ട് ഇടയായിത്തീർന്നു. എന്നെ വിട്ടു പോകണമേ എന്ന് പറഞ്ഞ പാപിയായിരിക്കുന്ന എന്നെ വിട്ടു പോകണമേ എന്ന് പറഞ്ഞതായിരുന്ന പത്രോസ്, ആ പത്രോസിനെ കർത്താവ് ചേർത്ത് പിടിച്ച് മനുഷ്യരെ പിടിക്കുന്ന അനുഭവത്തിലേക്ക് കൊണ്ടുവന്നത് നമുക്ക് ഓർക്കുവാനായിട്ട് കഴിഞ്ഞു. എന്നാൽ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഈ ഒരു അനുഭവത്തിലേക്കൊക്കെയും കർത്താവ് അവരെ കൊണ്ടുവന്നു എന്നുള്ളത് ശരിയാണ്. എന്നാൽ അതിനൊക്കെയും അവർ ചെയ്തു തരുന്ന ഒരു വസ്തുതയുണ്ട്. എന്താ? ഇവരെങ്ങനെ കർത്താവിനെ അനുഗമിച്ച് സകലവും വിട്ട്. ഇതുവരെ അവരാരായിരുന്നു? മീൻപിടുത്തക്കാരായിരുന്നു. അതിന് വേണ്ടതായിരുന്ന സാധന സാമഗ്രികളെല്ലാം അവരുടെ കരങ്ങളിൽ ഉണ്ടായിരുന്നു. അതെല്ലാം അവരുടെ പുറകിൽ നിൽക്കുകയാണ്. കർത്താവിന്റെ വിളി കേട്ട് ഇന്നു മുതൽ ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്നുള്ളതാണ് ആ വിളിയുടെ മുൻപാകെ അതിനെല്ലാം എന്ത് ചെയ്തു? വിട്ടു. അതിനെല്ലാം വിട്ടിട്ട് കർത്താവിന്റെ ശിഷ്യന്മാരായിട്ട്, അല്ലെങ്കിൽ ആ ഡിസൈപ്പിൾഷിപ്പ്, ശിഷ്യത്വം എന്ന പദവിയിലേക്ക് പ്രവേശിക്കുന്ന ഒരു കൂട്ടം ശിഷ്യഗണത്തെ നാം ഇവിടെ കാണുവാനായിട്ട് ഇടയായിത്തീർന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു ക്രിസ്തു വിശ്വാസി, നാം ഒക്കെയും ക്രിസ്തു ശിഷ്യന്മാരാണ്. ഓരോ ക്രിസ്തു വിശ്വാസിയും ആരാ? ക്രിസ്തു ശിഷ്യന്മാരാണ്. നമ്മുടെയൊക്കെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് കർത്താവിനെ അനുഗമിക്കുക, അല്ലെങ്കിൽ നാം ഒക്കെയും കർത്താവിനെ അനുഗമിക്കുന്നവരാണ്. അതിൽ യാതൊരു വ്യത്യാസവുമില്ല. രക്ഷിക്കപ്പെട്ടതാണ് ഓരോ വ്യക്തിയും കർത്താവിന്റെ ശിഷ്യന്മാരായി, അല്ലെങ്കിൽ ശിഷ്യഗണത്തിലേക്ക് ചേർക്കപ്പെട്ടവരാണ്. അവരുടെ കർത്താവ് ആ ശിഷ്യഗണത്തിലേക്ക് ചേർത്തതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു പ്രത്യേക പർപ്പസോട് കൂടിയാണ്. എന്താ നമ്മുടെ പർപ്പസ്? നാം കർത്താവിന്റെ ശിഷ്യന്മാരായിരിക്കുന്നതിന്റെ പർപ്പസ് എന്താ? കർത്താവിന്റെ സുവിശേഷം പ്രചരിപ്പിക്കുന്നവരായിട്ട്, സുവിശേഷത്തിന്റെ പ്രചാരകരായിട്ട് ഓരോ ശിഷ്യനും തീരണം. അതാണ് എന്നെയും നിങ്ങളെയും കുറിച്ചുള്ള ദൈവത്തിന്റെ പർപ്പസ്, ദൈവത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ആ ഒരു ശിഷ്യത്വത്തിലേക്ക് ഞാനും നിങ്ങളും പ്രവേശിക്കണമെങ്കിൽ, അല്ലെങ്കിൽ പ്രവേശിച്ചിരിക്കേണ്ടത് എങ്ങനെയാ? പുറകിലുള്ള സകലവും വിട്ടതിന് ശേഷമാണ്. അതുവരെയുള്ളതായിരിക്കുന്ന നമ്മുടെ സകല ജീവിത സാഹചര്യങ്ങളെയും വിട്ടതിന് ശേഷം കർത്താവ് തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ സകലവും വിട്ടെങ്കിൽ മാത്രമേ എൻ്റെ ശിഷ്യനായിരിക്കുവാനായിട്ട് കഴിയുക. വിടേണ്ടതായിരിക്കുന്ന കാര്യങ്ങളൊക്കെ കർത്താവോടെ പറയുന്നുണ്ട്. നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. ഇതൊക്കെ വിട്ടെങ്കിൽ മാത്രമേ ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ? കർത്താവിൻ്റെ ശിഷ്യനായിരിക്കുവാനായിട്ട്, അല്ലെങ്കിൽ ആ ശിഷ്യത്വ പദവിയിലേക്ക് പ്രവേശിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇതൊന്നും വിടാതെയാണ് ഞാനും നിങ്ങളും കർത്താവിൻ്റെ ശിഷ്യന്മാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കുന്നതെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതം വേസ്റ്റാണ്. പുറകിലുള്ളതിനെ വിട്ടെങ്കിൽ മാത്രമേ കർത്താവിന്റെ ശിഷ്യത്വ പദവിയിലേക്ക് നമുക്ക് പ്രവേശിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ ശിഷ്യന്മാരെ പോലെ വരും ദിവസങ്ങളിൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ തന്നെ ഒന്ന് വിചിന്തനം ചെയ്യുവാനായിട്ട് ഇടയായിട്ടെ. കർത്താവിലുള്ളതായിരുന്ന നമ്മുടെ വിശ്വാസം എങ്ങനെയുണ്ട്? ആ വിശ്വാസത്തിന്റെ മാറ്റ് നമുക്കൊന്ന് ഉരച്ചു നോക്കുവാനായിട്ട് ഇടയായിത്തീരട്ടെ. മാത്രമല്ല, കർത്താവിന്റെ കൽപ്പനയോടുള്ള നമ്മുടെ അനുസരണം എങ്ങനെയിരിക്കുന്നു? കർത്താവിന്റെ കൽപ്പനയോട് നാം എത്രമാത്രം അനുസരണം കാണിക്കുന്നു? അതോ നമുക്ക് അനുസരിക്കുവാൻ പറ്റുന്ന കൽപ്പനകൾ നാം അനുസരിക്കും, അല്ലാത്ത എന്ത് ചെയ്യും? ഈ ഒരു അവസ്ഥയിലല്ല ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അങ്ങനെ നാം കർത്താവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ, പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ കർത്താവിന്റെ കൽപ്പനയോട് പരിപൂർണമായിട്ട് നാം അനുസരണം കാണിക്കുന്നുവെങ്കിൽ നമുക്കൊരു കാര്യം കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ പ്രയത്നങ്ങൾക്കും നമ്മുടെ ചിന്തകൾക്കും ഒക്കെ അപ്പുറത്ത് എന്ത് കാണുവാൻ സാധിക്കും? ദൈവത്തിന്റെ കരുതൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആ നിലയിൽ ദൈവത്തിന്റെ കരുതൽ ഞാനും നിങ്ങളും എൻ്റെ ജീവിതത്തിൽ കാണുമ്പോൾ ഒരു കാര്യം നമുക്ക് സമ്മതിക്കേണ്ടതായിട്ട് വരും. നാം സമ്മതിക്കാതെ ഇരിക്കുകയില്ല. എന്താ? എൻ്റെ പാപത്തിന്റെ അവസ്ഥ, എൻ്റെ ജീവിതത്തിലുള്ളായിരുന്ന പാപത്തിന്റെ അവസ്ഥ ഞാനും നിങ്ങളും സമ്മതിക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അങ്ങനെ ഞാനും നിങ്ങളും സമ്മതിക്കുമ്പോൾ ന്യായമായിട്ടും ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ താഴുവാനായിട്ട് ഇടയായിത്തീരും. ദൈവസന്നിധിയിൽ ഞാനും നിങ്ങളും താഴുമ്പോൾ ദൈവം വരുത്തുന്ന ആ രൂപാന്തരം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വെളിപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. ആ രൂപാന്തരം മറ്റുള്ളവർക്ക് കാണുവാനായിട്ട് ഇടയായിത്തീരും. ആ രൂപാന്തരത്തിലൂടെ ദൈവം ഏതൊരു ഉദ്ദേശത്തിനു വേണ്ടി, ഏതൊരു പർപ്പസിന് വേണ്ടിയാണോ എന്നെയും നിങ്ങളെയും തൻ്റെ ശിഷ്യന്മാരാക്കിയത്, ആ ഉദ്ദേശം നമ്മളിലൂടെ നിവർത്തിക്കപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. എൻ്റെ പ്രിയപ്പെട്ടവരെ, വരും ദിവസങ്ങളിൽ നാം കേട്ടതായിരുന്ന ചെറിയ ചിന്തകൾ, ഈ എളിയ ചിന്തകൾ
നമ്മുടെ ജീവിതത്തെ ഒന്ന് വിചിന്തനം ചെയ്യുവാൻ, അത് മുഖാന്തരം നമ്മുടെ ജീവിതം കർത്താവിൻ്റെ യഥാർത്ഥ ശിഷ്യത്വത്തിലേക്ക്, യഥാർത്ഥ ശിഷ്യന്മാരായിട്ട് നമ്മുടെയൊക്കെ ജീവിതത്തിലൂടെ നമ്മുടെ അരുമ ഗുരുവിൻ്റെ ആ നമ്മെ ഏൽപ്പിച്ചതായിരുന്ന ആ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റുന്നവരായിട്ട് വരും ദിവസങ്ങളിൽ നമ്മുടെ ജീവിതം തീരുവാനായിട്ട് ഇടയായി തീരട്ടെ. ആ നിലയിൽ നമ്മുടെ ജീവിതം ഏറ്റവും ധന്യമായി തീരുവാൻ സർവകൃപാലുവായ ദൈവം ഇളയവനായ അടിയനെയും നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.